മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 28:6. അവൻ ഇവിടെ ഇല്ല, താൻ അരുളിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഈശോയുടെ കല്ലറയെങ്കിലേക്ക് സ്ത്രീകൾ വന്നപ്പോൾ ദൈവദൂതൻ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അവർക്ക് ദൈവത്തിന്റെ ഒരു ദർശനം ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ല. പരിശുദ്ധ അമ്മ പൂർണ്ണമായും വിശ്വസിച്ചു അവൻ ഉത്ഥാനം ചെയ്യപ്പെടും, അനേകരുടെ നന്മയ്ക്ക് വേണ്ടി അവൻ കടന്നു വന്നു എന്നറിയാമായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തന്റെ ഭർത്താവ് മരിച്ച് വിധവയായി ജീവിച്ച ഒരു മകന് ഏക അഭയമായിരുന്നു തന്റെ മകൻ. അവൻ ബൈക്ക് അപകടത്തിൽ മരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ച് ആ വേദനയില് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ വിഷമിച്ചപ്പോൾ ആ സ്ത്രീ വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കുവാൻ ചെന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. എന്തുകൊണ്ട് നിനക്ക് മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊരമ്മയായിക്കൂടാ എന്ന് പറഞ്ഞ് അവളെ ഒരു അനാഥശാലയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ അവൾ ജോലി ആരംഭിച്ചു. അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. എങ്ങനെ ഇത് സാധിക്കുന്നു? നിരാശപ്പെട്ട് ജീവിതം എടുക്കാതെ എങ്ങനെ പ്രതീക്ഷയോടെ ഇത് ചെയ്തു പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, എനിക്കിന്ന് ഒരു മകന്റെ അല്ല, അനേകം മക്കളുടെ അപ്പനും അമ്മയുമാകാൻ കഴിയുന്നു. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അപ്പനും അമ്മയുമൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് അവരുടെ അപ്പനും അമ്മയും ആകാൻ പറ്റുന്നു. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എന്ന് സന്തോഷത്തോടെ ആ സ്ത്രീ പങ്കുവയ്ക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നിലയില്ലാ കയത്തിലാണോ നാം വീണുപോയത്, നീ ഇവിടുന്ന് എനിക്ക് മോചനമുണ്ടോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ ഇല്ല, ദൈവം എന്നെക്കുറിച്ചൊരു ശുഭകരമായ പദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളവരാണ് എന്ന ബോധ്യത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും കഴിയണം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.